നല്ലൊരു ഗംഭീര റാപ്പറാണ്. വിശപ്പിന്റെ വിലയറിയാത്തവൾ ഇവളാണ്, ഈ ലോകത്തിൻ കഴിവേറി ഇവൾ ജനിച്ച നാൾ തൊട്ട് തട്ടിച്ചും വെട്ടിച്ചും നടന്നവൾ ഇവളാണ് പരനാറി. വിശപ്പടക്കാനായി മോഷ്ടിച്ച മനുഷ്യന്റെ തലവെട്ടി കളഞ്ഞൊരു അപരാധി ഇവൾ. മനുഷ്യത്തെ കാട്ടാതെ മനസ്സൊന്ന് നീറാതെ മനുഷ്യനെ തിന്നുന്ന ശവന്തീനി. ഇലക്ഷൻ അടുക്കുന്ന നേരത്ത് ഇവളു കാല് പിടിക്കണ പ്രതിനിധി ഇവൾ. മനുഷ്യനെ അറിയാതെ മനസ്സിനെ അറിയാതെ ലോകം കണ്ടൊരു പ്രതിനിധി. ഞാൻ ജനിച്ചത് ബാംഗ്ലൂരാണ്. അപ്പം നമ്മൾ സമ്മർ ഹോളിഡേയ്സ് നാട്ടിൽ പോകുമ്പോൾ അവർ പറയും 7ന്റെ വെള്ളം എന്ന് പറയും. 7ന്റെ വെള്ളം 7up 7ന്റെ വെള്ളം കുടിച്ചാൽ എനിക്കൊരു 10 മിനിറ്റ് തൃശ്ശൂരാറിന്റെ കൂടെ ഇരുന്ന് ഞാൻ തൃശ്ശൂർ സ്ലാങ് വരും. വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു ആലപ്പുഴ സൈഡിലേക്ക് നിന്ന് പിന്നെ എനിക്ക് ചാത്തൂർ സ്ലാങ് വരും. അങ്ങനെ പ്രശ്നം. രാത്രി കഴിക്കണം ഡിന്നർ, പയറ്, ഉണക്കമീൻ. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഒരുപാട് ഇമോഷൻസ്, ലവ് ഉണ്ട്, ഈ പറയുന്ന ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, കോമഡി ഉണ്ട്. സോ ഫുൾ പാക്ഡ് എന്റർടൈൻമെന്റ്. സോ എല്ലാരും വന്ന് കാണുക, അഭിപ്രായങ്ങൾ പറയും. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആ മൂലയ്ക്ക് തുടങ്ങിയോ ഇൻട്രഡക്ഷൻ നീയാണ് കൊടുക്കണ്ടേ? ഞാനിങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. നീ എന്താ ഇവിടെ? ഞാനിവിടെ ആങ്കറിന്റെ കുറവുണ്ടായിരുന്നു. അതെ, എന്നെ പിടിച്ച് കയറ്റി. ഒരു ആങ്കറിന്റെ കുറവുണ്ട്, വേണേ ആക്ടർ കം ഇന്റർവ്യൂർ ആയിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അതുണ്ട്. യാദവ് തുടങ്ങിക്കോ. എൻ്റെ പേര് യാദവ്. ഞാൻ ഇതിനകത്തൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടറിൻ്റെ പേര് റോൺ എന്നാണ്. റോൺ ഈ മെയിൻ ഇതിനകത്തുള്ള കഥാപാത്രങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരു സിനിമയിൽ ഒരു പ്രധാന ഘട്ടത്തിൽ വരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ സസ്പെൻസ് കളയണ്ട. പിന്നെ ഞാൻ ഈ സിനിമയിൽ കാസ്റ്റ് ആവുന്നത് സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്കാണ്. ഞാൻ കൊച്ചിയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വിളിക്കുന്നത്. അങ്ങനെ ഷൂട്ടിൻ്റെ അന്ന് രാവിലെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഇവരൊക്കെ ഓൾറെഡി അന്ന് സെറ്റായിട്ട് നിൽക്കുകയാണ്. 2-3 മാസത്തെ ക്യാമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വരുന്നു. പെട്ടെന്ന് ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതെൻ്റെ 2ാമത്തെ സിനിമയാണ്. 18-ാം പടി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. ഇതെൻ്റെ 2ാമത്തെ സിനിമയാണ്. പിന്നെ ഞാൻ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്സിലും അതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐഡിയ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിക്കുമായിരുന്നു. ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും കണക്ഷൻ ഫീൽ ചെയ്ത ഒരു ക്രൂ ആണ് മൂൺ വാക്കിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്രൂ ആണ്. അപ്പോൾ അല്ല, എല്ലാവരും ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിലും ഇതിനകത്തുള്ള ആക്ടേഴ്സ് ആണെങ്കിലും. എൻ്റെ വീട് തിരുവനന്തപുരമാണ്. എന്നിട്ടും ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവരുടെ കൂടെ ഫ്ലാറ്റിലേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കയറി. ഷൂട്ട് തീരുന്നവരെ ഞാൻ ഇവരുടെ കൂടെ ഫ്ലാറ്റിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയോണ്ടല്ല, നമുക്ക് ഇപ്പൊ ഇങ്ങനെ നറേറ്റീവ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ എല്ലാരും മെയ് 23-ാം തീയതി സിനിമ പോയി അവസാനം പറയാം. എൻ്റെ പേര് അർജുൻ മണിലാൽ. ഈ പടത്തിൽ ശംഖു അണ്ണൻ ശംഖു എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്തേക്കണം. അപ്പം ഞാനിതിൽ മൂൺ വാക്കേഴ്സിൻ്റെ ഒരു മാനേജർ ക്യാരക്ടറാണ്. ഇവന്മാരുടെ കൂടെ ഉണ്ട്. ഈ കോമ്പറ്റീഷന് പോകുമ്പോഴും പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ കൂടെ ഉണ്ട്. ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. എൻ്റെ സിനിമയിൽ എനിക്കൊരു അനിയനുണ്ട്, സുദീപ്. ഈ മൂൺ വാക്കേഴ്സിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെയിനൊരു ക്യാരക്ടറാണ്. ഈ പടത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് കോൾ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സാധാരണയല്ല എപ്പോഴും ചെയ്യുന്നത്, പോസ്റ്റ് ഫോട്ടോസ് അയക്കുന്നു, ഓഡിഷന് സെലക്ട് ആവുന്നു, അവിടെ പോയിട്ട് പെർഫോം ചെയ്യുന്നു, അങ്ങനെ തന്നെ കയറി. സോ എന്താ പറയാ അങ്ങനെ സെലക്ട് ആയി. സോ ഇത് കുറെ എന്താ പറയാ, നമ്മള് സിനിമാ പ്രേമികളെ പോലെ കുറെ വർഷത്തെ ഒരു ആഗ്രഹമാണ് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നൊരു 6-7 വർഷത്തെ ഈ പറയുന്ന ഓഡിഷൻസ് കൊടുക്കലും കാര്യങ്ങൾക്കൊക്കെ ശേഷം ലൈഫിൽ ആദ്യമായിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ഒരു പടമാണ്. അതുപോലെ തന്നെ ഇവൻ പറയുകയാണെങ്കിൽ ആദ്യം എനിക്ക് റൂമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ലൊക്കേഷനിൽ വരും, അഭിനയിക്കും, തിരിച്ച് വീട്ടിൽ പോകും, എന്നിട്ട് ഇവൻ്റെ വീട്ടിൽ പോയി നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂൺ വാക്കേഴ്സിന് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കയറി എന്താ പറയാ നൈസായിട്ട് അവിടെ കയറി. ബെഡൊന്നും ഇല്ല, സോഫയിലൊക്കെ കിടന്ന് അപ്പൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവന്മാരുടെ കൂടെ കൂടി അത് എന്താണെന്ന് വെച്ചാൽ അത് ഈ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളാ തമ്മിലുള്ള ഇൻട്രാക്ഷനും എല്ലാവരും തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ആവാനും ആ ഒരു സ്ലാങ് പിടിക്കാനും മെയിൻലി. ഞാൻ കൊല്ലമാണ്, എന്നാലും എനിക്ക് തിരുവനന്തപുരം സ്ലാങ് പിടിക്കാം.
പക്ഷെ എന്നാലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഇവന്മാരുമായിട്ടുള്ള ആ ഒരു താമസമുണ്ട്, അവന്മാരുമായിട്ടുള്ള ആ ഒരു കുറച്ച് നാളത്തെ ഒരു ഇൻട്രാക്ഷൻ, ആ വീട്ടിൽ ആ ഫ്ലാറ്റിലുണ്ടായിരുന്ന ഇൻട്രാക്ഷനൊക്കെയാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പടം എന്താ പറയാ, ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ആദ്യത്തെ പടമല്ലേ, ഒരുപാട് ക്ലോസ് ടു ഹാർട്ടാണ്. അടുത്തത് പാറ്റേൺ കൈമാറി വിഷ്ണുവിന് നമ്മളെല്ലാരും ഫേസ് നമുക്ക് ഫെമിലിയർ ആണ് അല്ലേ? തള്ളട്ടെ, ടിവിയിലും കൂടെ നമുക്ക് ഫേസ് ഫെമിലിയർ ആണ്. ഒരു വലിയൊരു നല്ലൊരു ഗംഭീര ഡാൻസർ ആണ്. ഡാൻസർ കൊണ്ടുപോയാണ് അതിനകത്ത് ഡാൻസർ ആണ്. സുരസുന്ദരനാണ്. പാട്ടും പാടും. ആ പാട്ടും പാടും, ഒരു പാട്ട് പാടും, നന്നായിട്ട് ഓടും, ചാടും, പാടും. അതെ. അപ്പൊ ഈ സിനിമയിൽ ഡാൻസ് കൊണ്ടാണോ വന്നത്? ഞാന് സിനിമയാണ് എൻ്റെ, ഒരു കാലം തൊട്ട് എൻ്റെ പറഞ്ഞു ഒന്നുകൂടി പറയാം. എൻ്റെ പേര് വിഷ്ണു ഗ്രൂവി എന്ന് വെച്ചാൽ വിഷ്ണു എന്നുള്ള പേര് എനിക്ക് കേരളത്തിൽ ഒരു കല്ലെടുത്തെറിഞ്ഞ ഒരു വിഷ്ണു ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഡാൻസ് സ്റ്റുഡിയോയുടെ പേര് ഗ്രൂവീസ് എന്നാണ്. സോ അവിടുന്ന് എൻ്റെ പേരിലേക്ക് ഗ്രൂവി എന്നുള്ള സാധനം ഞാൻ വർഷങ്ങളായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ വിഷ്ണു ഗ്രൂവി എന്നാണ് എന്നെ പൊതുവെ അറിയപ്പെടുന്നത്. ആൻഡ് ഈ സിനിമയിലോട്ട് ഒരു ഡാൻസറായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ചെറുതിലുള്ള ആഗ്രഹം ഒരു ആക്ടർ ആവണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് നമുക്കൊരു പെട്ടെന്നൊരു വഴി ഉണ്ടാവില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് ചാടിക്കയറി പോകുന്ന ഒരു സ്ഥലമല്ല ആക്ടിങ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു മീഡിയമാണ് ഡാൻസ്. അപ്പോൾ ഡാൻസ് വഴി എങ്ങനെ ഡാൻസ് വഴി നമുക്കൊരു നിലയിൽ എത്താൻ പറ്റും, അവിടെ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ചെറുതിലെ തന്നെ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഒരു കുട്ടി ഒരു ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതല്ല, ഒരു 16 വയസ്സ് ആ സമയത്താണ് എനിക്ക് ഡാൻസ് തുടങ്ങാൻ പറ്റും. അതുവരെ ഡാൻസ് ഒന്നും അറിയില്ല. ദീർഘദൃഷ്ടിയുള്ള നാരദ ആയതുകൊണ്ട്, വിഷ്ണു അല്ലേ ഭഗവാൻ, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ കുറച്ച് പൈസ കിട്ടുമല്ലോ, ആ കുറച്ച് പൈസ കൊണ്ട് ഒരു 10,000 രൂപ ജീവിക്കാമല്ലോ എന്നുള്ളൊരു ദൈര്യം പുറത്ത് ഇറങ്ങി തിരിച്ചാണ് കുഞ്ഞിലെ. 10,000 രൂപ 1000 രൂപ 10 പേരെ കിട്ടിയ 10,000 ആയില്ലേ, കണക്ക് പഠിക്കും. ഞാൻ വിചാരിച്ചു ഒരു കുട്ടിയെ പഠിച്ച 10,000 രൂപ അത് ഏത് ഡാൻസ് സ്കൂളൊന്നും. ഇപ്പൊ കൂടിയുണ്ടോ, പണ്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഡാൻസ് തുടങ്ങിയതാണ് ഞാൻ. കാര്യം വേറെ അത് ഡാൻസിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ ഒരു ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് ഒരു കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നു, ഡാൻസറായിട്ട് ഞാൻ ഒരു സിനിമയിൽ കയറത്തില്ല, എനിക്കൊരു ആക്ടറായിട്ട് ഡാൻസ് എല്ലാം ഒരു ടൈറ്റിലേക്ക് അടിച്ചല്ലോ, ഇനിയിപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പോകണം. അപ്പോഴാണ് ഇതേ ഒരു ഡാൻസ് റിയാലിറ്റി ഷോ, ഡാൻസ് മൂവി വന്നിട്ട് ജോമിത്തിയുടെ നേരെ സ്റ്റുഡിയോയിൽ വന്നിട്ട് എനിക്കൊരു പേടി, ഡാൻസ് മൂവി എന്ന് കേട്ടപ്പോൾ ഇത് നല്ലതായിരിക്കും, തല വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് തന്നെ വീണ്ടും ജീവിതത്തിൽ മൊത്തം ഡാൻസർ എന്നുള്ള പേരിൽ തന്നെ ഒതുങ്ങി പോകും എന്നുള്ളൊരു ടെൻഷൻ അടിച്ചിട്ട് ഡാൻസ് മൂവി ആയതുകൊണ്ട് ഒരു സംശയമാണ്. പക്ഷേ ജോമിത്തിട്ട് എന്നെ വിട്ടില്ല, നേരെ സ്റ്റുഡിയോയിൽ വന്ന് ഓഡീഷൻ എടുത്തു. ആ സമയത്താണ് എൻ്റെ ടീം പറഞ്ഞ് നല്ലൊരു പ്രൊഡക്ഷനാണ്, നല്ലൊരു ടീമാണ്, ധൈര്യമായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ പറഞ്ഞ വാക്കിലൊരു മാറ്റം ഉണ്ടായില്ല. ഞാൻ ടീം കണ്ടപ്പോൾ ഞെട്ടി. VI പ്രൊഡക്ഷനൊക്കെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുത്തിട്ട് ആ പ്രൊഡക്ഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് സിനിമയിൽ വന്നത്. ആ ഒരു ക്വാളിറ്റി വിനോദ് സാർ നല്ല രീതിയിൽ സിനിമയിൽ കണ്ടിന്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, ഒരു ഡാൻസർ എന്ന് പറയുന്ന ആൾ ഒരു ആക്ടർ ആവാൻ ആഗ്രഹിച്ച എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വലിയൊരു റോളോ ഒരുപാട് ഇതൊന്നുമില്ല. പക്ഷേ എന്നെ ഫ്രെയിമിൽ കാണുന്ന കുറച്ച് സ്ഥലങ്ങളിലാണെങ്കിലും അത് വൃത്തിയായിട്ട് എനിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എന്നെ കാണുന്നവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അത് വളരെ താങ്ക്സ് ഉണ്ട് വിനോദ് സാറിനോട്. അതേപോലെ ഇവരെല്ലാവരുടെയും ഇരിക്കുന്ന എല്ലാവരും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറഞ്ഞാൽ എൻ്റെ വീടും ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് പക്ഷേ എനിക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ഈ ഡാൻസ് ക്ലാസ്സും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയം ഞാൻ കൂടുതലും വീട്ടിൽ പോകും. പക്ഷേ എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ പിന്നെ ട്രിവാൻഡ്രം സ്ലാങ് അറിയാമല്ലോ, അതുകൊണ്ട് അതിനൊരു കുഴപ്പം വന്നില്ല. പക്ഷേ ഈ ഒരു ബോണ്ട് ഭയങ്കര വലുതാണ്. ആ ഒരു 1.5 ഇയറിനകത്ത് വരുന്ന ഷൂട്ട്സും പാച്ച് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഡാൻസ് ചെയ്ത് ഞെരിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ട്, ഡാൻസ് ആയാലും കുറച്ച് ഡയലോഗ്സും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും എന്തൊക്കെ പറയുന്നുണ്ട്, മൊത്തം പടത്തിലെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. നീ പറയാ. ഞാൻ ഈ പടത്തിലെ ഷേർലി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അനുവിന്റെ, അതായത് ജെയ്ക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ കസിൻ ആണ് ഞാൻ. ചെറിയൊരു പരിപാടിയാണ്, പക്ഷെ ഇല്ല ഞാൻ പറയാൻ വന്നപ്പോഴേ
ഞാൻ ആരാ, എന്തിനാ, എന്തായി ക്യാരക്ടർ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അല്ല, വില്ലനൊന്നല്ല. എന്റെ ക്യാരക്ടറിന്റെ പേര് ജോണി എന്നാണ്. പക്ഷെ ഈ ജോണി എന്നുള്ള പേര് എന്ന് വെച്ചാൽ കുറെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. നമ്മളെ കണ്ട് അവർ ഇൻസ്പയർ ആവുന്ന, ഒരു ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സിനെ കണ്ട് ഇൻസ്പയർ ആവുന്ന ഒരു സ്റ്റോറി ലൈനിൽ, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റോറി ലൈനിൽ വരുന്ന ഒരു പാച്ചാണ്. അപ്പോൾ അതാണ് എൻ്റെ ക്യാരക്ടർ ജോണി എന്ന് പറഞ്ഞിട്ട്. അതൊരു ഡാൻസർ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ക്യാരക്ടറാണ്. സോ വേറെ ഒന്നുമില്ല. താങ്ക് യു. അതായിരുന്നു പറയാൻ വിട്ടുപോയത്. ബാക്കിയെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ ഷേർലി എന്നാണ് എന്റെ ക്യാരക്ടറുടെ പേര്. ഇത് ജെയ്ക്കിന്റെ, അതായത് അനുവിന്റെ കസിൻ ആയിട്ടാണ് ചെയ്യുന്നത്. ചെറിയൊരു പരിപാടിയാണ്. ഞാൻ മൂൺ വാക്കേഴ്സിന്റെ മൂൺ വാക്കേഴ്സിന്റെ കൂടെ അവരുടെ ഒരു ചേച്ചിയെ പോലെ, അവരുടെ ഒരു നല്ല ഫ്രണ്ടിനെ പോലെ എപ്പോഴും കൂടെ ഉള്ള ഒരാളാണ്. ഒരു രസമുള്ള ഒരു ക്യാരക്ടറാണ് അതില്. ഇനി എന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ആളിലേക്ക് പോവാം. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ കൂടെ നമ്മുടെ സിനിമയിൽ വളരെ അല്ലേ. എന്നാ പറ, എന്താ സ്പെഷ്യാലിറ്റി എന്ന് പറ. അല്ല പറ. എന്റെ പേര് ആരവ്. ഇത് എന്റെ ഫസ്റ്റ് മൂവിയാണ്. ആദ്യമായിട്ടും അവസാനമായിട്ട് ഓഡിഷൻ. സിനിമയിൽ വേറെ ബന്ധമുണ്ട്. എന്റെ ഫാദർ ആക്ടർ ആയിരുന്നു. ഫാദറിന്റെ പേര് കുണ്ടർ ജോണി എന്നാണ്, മരിച്ചുപോയി. ഞാൻ ആദ്യമായിട്ട് ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ഈ ഫിലിമാണ്. ഇത് വീട്ടിലറിയാതെ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഓൺലൈനിൽ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ അയച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഓഡിഷൻ ചെയ്തു, കയറി. ഇതിനകത്തും പപ്പ പണ്ട് ചെയ്ത പോലെ നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഫൈറ്റും എല്ലാം ആയിട്ട് ചെറിയൊരു പോർഷനാണ്. ക്യാരക്ടറിന്റെ പേര് സസ്പെൻസ് ആണ്. കാരണം എനിക്ക് പേര് അറിയത്തില്ല. അപ്പൊ അത് നെഗറ്റീവ് ഷെയ്ഡാണ്. ഫൈറ്റും എല്ലാം ആയിട്ടുള്ള പരിപാടി. പിന്നെ എനിക്ക് ഇന്നത്തെ ഡാൻസ് ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇവരായിട്ട് ആരുടെ കോമ്പറ്റീഷനിൽ പുള്ളിക്കാരായിട്ടുണ്ടായിരുന്നു. എന്നെ അടിക്കാൻ വന്ന ടീംസ് ആയിരുന്നു ഇവരൊക്കെ. പിന്നെ കുറച്ച് പേരായിട്ട് എനിക്ക് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ടീമിന്റെ ഈ പ്രീ പ്രൊഡക്ഷന്റെ കാര്യങ്ങളൊന്നും അത്രയ്ക്കും അറിയത്തില്ല. അവിടെ വന്ന് കണ്ട ആൾക്കാരെ മാത്രമേ അറിയൂ. പിന്നെ വാസ് നൈസ്. നല്ലൊരു വെയിറ്റ് ചെയ്തൊരു പടമാണ്. പിന്നെ ഇതിനകത്ത് ഈ പടത്തിൽ കണ്ട എന്നെ മനസ്സിലാവത്തുമില്ല. ഞാൻ നല്ല ധരിച്ചിരിക്കുക. ലുക്കും ഫിസിക്കും ഇപ്പം പട്ടിണി ദാരിദ്ര്യം. അന്നും നല്ല ഫിസിക്, നല്ല ബൾക്കായിട്ടിരുന്ന ടൈമായിരുന്നു. പിന്നെ ദാരിദ്ര്യമൊക്കെ ആയതുകൊണ്ട് തലയൊക്കെ അല്ല, അപ്പൊ ഇവരുടെയൊക്കെ ഹെയറിനൊക്കെ അതില് മാറ്റം ഉണ്ടായിരുന്നു. ചെറിയ മറ്റേ ഹിപ്പി സ്റ്റൈലായിരുന്നു. എന്റെ ജസ്റ്റ് നോർമൽ. ഞാൻ സാധാ ഒരു ബ്രദർ ക്യാരക്ടർ. എന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇവിടെ നിന്ന് ഒരു വാലൊക്കെ വെച്ച് കുരിശിന്റെ കമ്പനി നീളത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു അടി അടിക്കൂടെ. ഡ്രസ്സിംഗ് എല്ലാം ഒരു പഴയ റെട്രോ ബാഗി ജീൻസ്, ബാഗി പാന്റ്, യൂസ്ഡ് അല്ലാത്തൊരു ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കണക്ട് ആവുന്ന ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊറിയൻ പാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറിയൻ പാൻസ് പോലത്തെ ബാഗി പാന്റ് എല്ലാവർക്കും ബാഗി പാന്റ് ആയി. ആ സമയത്ത് നമുക്ക് ബാഗി പാന്റ് ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങാൻ ഭയങ്കര ചമ്മലായിരുന്നു. ബാഗി മാത്രല്ല, പണ്ടില്ലേ ഈ പ്ലീറ്റഡ് പാന്റ് ഇടാൻ വേണ്ടിട്ട് ചെക്കന്മാർക്ക് ഭയങ്കര നാണായിരുന്നു. അതിനെ യൂസ് ചെയ്യുന്ന രീതി മാറി. അതെ, മാറി. കുറച്ചുകൂടെ വേറൊരു രീതിയിലായി. ഞാനിപ്പോ ഇവിടെ തുടങ്ങിയത്. അരുണുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഈ സിനിമ. ആക്ച്വലി ഞാൻ VA പ്രൊഡക്ഷൻ ആയിട്ട് വർക്ക് ചെയ്തത്. now I'm currently the executive producer at VA Films. അപ്പൊ അങ്ങനെ ഈ മൂവിയിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് ഞാൻ. അങ്ങനെ ഈ ആർട്ടിസ്റ്റിന്റെ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു, ഒരു 4 months. അപ്പോൾ ആ പീരീഡിൽ ഇവരെ ഷെഡ്യൂളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനും ഓവർസീ ചെയ്യാനും എന്നെ ഓൺ ബോർഡ് ചെയ്തതാണ്. പക്ഷേ ഇവര് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. ഞാനും ആൾ ചോദിക്കാണ്ട് ഞാൻ കയറി എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. അതെ, ഇവര് റൂമിൽ കയറിയോലെ. എനിക്ക് കഴക്കൂട്ടം തന്നെ ആയിരുന്നു റൂം. അവിടെ തന്നെ കസിൻസ് എല്ലാവരും ഉണ്ട്. എന്റെ ഫാമിലിയൊക്കെ കഴക്കൂട്ടം സെറ്റിൽ ട്രിവാൻഡ്രത്തിലുണ്ട്. അപ്പൊ അവരും കൂടെ ഞാൻ താമസിച്ചു. പിന്നെ കുറച്ച് ദിവസം ഇവരൊക്കെ കൂടുമ്പോ ഇവരോട് ചേർന്ന് നമ്മള് അവിടെ ഞെരിക്കും. എന്നിട്ട് അങ്ങനെ അവര് നമ്മുടെ ADs ഒക്കെ വന്ന് നമ്മുടെ വർക്ക്ഷോപ്സ് ഒക്കെ
അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ എന്താ റെക്കോർഡൊക്കെ ചെയ്യും. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, പിന്നെ പെർഫോം ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവർ വൈകുന്നേരം ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ആർക്ക് എന്തൊക്കെ ക്യാരക്ടർ കൊടുക്കുന്ന ഒരു പെർഫോമൻസ് ഇങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കി എൻ്റെ പെർഫോമൻസും പിന്നെ നമ്മുടെ എല്ലാവരെയും ഒരു കെമിസ്ട്രി അതും കൂടെ നോക്കി അവർ അത് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് അതായത് ഞാൻ കുറച്ച് കോസ്റ്റ്യൂംസിലൊക്കെ വർക്ക് ചെയ്യുന്നു. തുടങ്ങുന്നതിന് മുമ്പ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചു അഭിനയിക്കണോ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യണോ. 1 മിനിറ്റ് ആലോചിച്ചിട്ട് ഡെഫിനറ്റ്ലി ആക്ടിങ്. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു റോളാണ് എനിക്ക്. ഈ ഇന്റർവ്യൂക്ക് മുമ്പ് പറഞ്ഞതാണ്, ഇത് വേറെ ആർക്കോ കൊടുത്തിരുന്ന റോളാണ്, പക്ഷേ കണ്ടിട്ട് എനിക്ക് തന്നതാണ്. ബട്ട് ഐ തോട്ട് ഇറ്റ് വാസ് സംതിങ് ദാറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ ദി എൻഡ്, ബട്ട് താങ്ക്ഫുള്ളി നോട്ട്. സോ അങ്ങനെ ആണ് ഞാൻ ഇതിലോട്ട് വന്നത്. ആൻഡ് ഡാൻസുമായിട്ട് ഒരു ബന്ധവുമില്ല ആക്ച്വലി. വെളിയിൽ പാർട്ടിയൊക്കെ പോകുമ്പോൾ മ്യൂസിക് നമ്മൾ ഡാൻസ് ചെയ്യും, അല്ലാതെ വേറെ ബന്ധമൊന്നും. ഇപ്പോഴും വലിയൊരു ബന്ധമായില്ലേ? ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ മച്ച് ബെറ്റർ, ഫുഡ് വർക്ക് ഇസ് ബെറ്റർ. പക്ഷെ എന്നാലും അങ്ങനെ ആക്റ്റീവായിട്ട് പഠിച്ചു. അതൊന്നും അറിയില്ലായിരുന്നല്ലോ വന്നപ്പോ. കാലുകൊണ്ട് കളിക്കുന്ന സാധനമല്ലേ അറിയത്തുള്ളായിരുന്നു. ഇതൊക്കെ ആയിരുന്നു. ഇതൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതെന്താ ലോക്കിങ്ങോ? ടട്ടിങ് എന്തെന്ന്? ടട്ടിങ്. ടപ്പിങ്. അപ്പൊ ലോക്കിങ് എന്താ? ഓ ഇതല്ലേ. അടിക്കുക. ആ ഓക്കെ. അപ്പൊ അതൊരു എക്സാമ്പിൾ കാണിച്ചു. എന്നെ മൊത്തടിക്കല്ല. ഞാൻ അതില് ട്രെയിൻഡ് അല്ല, അപ്പൊ അതിന് വേണ്ട ആൾക്കാർ ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ട്. എന്നാലും ഇങ്ങനെ ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് ലോക്കിംഗ്. ഇത് ലോക്ക്, ഇതാണ് ലോക്ക് എന്ന് പറയാം. ഇതിപ്പോ അതിൽ തന്നെ ഓരോ ആൾക്കാർ ഈ സ്റ്റൈല് ഓരോ ആൾക്കാരുടെ ഓരോരോ മൂവ്സ്. അത് റോബോട്ടിന് അത് പോപ്പിംഗ് അല്ല, റോബോട്ടിക്സ് ഈസ് ഡിഫറെന്റ്. അനിമേഷൻ എന്ന് പറയാം. റോബോട്ടിനെ പോലെ അനിമേറ്റ് ചെയ്താൽ റോബോട്ടിക്. അവ അനിമേറ്റ് ചെയ്യാം റോബോട്ടായിട്ട് നമ്മൾ. ഇനി അത് ഹൽക്കായിട്ട് അനിമേറ്റ് ചെയ്യണേ. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻസ്പയർ ചെയ്ത് നമ്മൾ ആനിമേറ്റ് ചെയ്യുന്നതാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു എലമെന്റ് മാത്രമാണ് റോബോട്ട്. സോറി, അതിൽ വരുന്ന ഒരു എലമെന്റ് മാത്രമാണ് റോബോട്ടിക്സ്. അല്ല, അത് വാക്ക് ചെയ്യാം. നമ്മൾ മറ്റേ ഇതിലൊക്കെ പഴയ കോമിക്സിലൊക്കെ വാക്ക് എന്നൊക്കെ അടിക്കല്ലേ ഹെക്റ്റ് ചെയ്യുന്നത്. ആ വാക്ക് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അതാണ്, അതിൽ നിന്നാണ് ആ പേര് വന്നത്, വാക്കിംഗ്. പഠിച്ചു വെച്ചത് ഭാഗ്യം. എന്റെ പേര് അപ്പു. അയ്യോ, റാപ്പു നമ്മൾ വിളിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. അപ്പു നല്ലൊരു ഗംഭീര റാപ്പറാണ്. അപ്പോ നമുക്കൊരു റാപ്പ് ആയാലോ? അത് തന്നെ. ഓക്കെ, തിരുവനന്തപുരം 1-2 പ്രാവശ്യം പാടി. നമുക്ക് ഇച്ചിരി പൊളിറ്റിക്സ് ആവാം. ഡാൻസ് വിത്ത് മ്യൂസിക്. അമ്മ ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വിശപ്പിന്റെ വിലയറിയാത്ത വെള്ളിവെള്ളാണ് ഈ ലോകത്തിൻ കഴിവേറി. ഇവൾ ജനിച്ച നാൾ തൊട്ട് തട്ടിച്ചും വെട്ടിച്ചും നടന്ന വെള്ളിവെള്ളാണ് പരനാറി. വിശപ്പടക്കാനായി മോഷ്ടിച്ച മനുഷ്യന്റെ തലവെട്ടി കളഞ്ഞൊരു അപരാധി. ഇവൾ മനുഷ്യത്തെ കാട്ടാതെ മനസ്സൊന്ന് നീറാതെ മനുഷ്യനെ തിന്നുന്ന ശവന്തീനി. ഇലക്ഷൻ അടുക്കുന്ന നേരത്ത് ഇവളോ കാല് പിടിക്കണ പ്രതിനിധി. ഇവൾ മനുഷ്യനെ അറിയാതെ മനസ്സിനെ അറിയാതെ ലോകം കണ്ടൊരു പ്രതിനിധി. ആരെ കുറിച്ചാന്ന് പറയുന്നത്? അനി. എന്റെ ക്യാരക്ടറിന്റെ പേര് അനി എന്നാണ്. അപ്പം അനി ഈ പറഞ്ഞതുപോലെ ഇടയിൽ കൂടെ കയറിയതാന്ന് ഞാൻ അറിഞ്ഞല്ലോ. വേറെ എന്തോ പരിപാടിക്ക് വന്നിട്ട് പിന്നെ അതിന്റെ ഇടയിൽ കൂടെ സിനിമ ഒരിക്കലല്ല. ഞാൻ ഓഡിഷൻ ചെയ്തിട്ട് 100 പേരോളം. കറുത്ത മുത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഫോക്കസ് പുള്ളറാണ്, ക്യാമറ ഡിപ്പാർട്ട്മെന്റ്. അതെ, അപ്പോൾ സീരിയലിൽ ഒരു ചൈൽഡ് ക്യാരക്ടർ ചെയ്ത കറുത്ത മുത്തം എന്ന് പറയുന്ന സീരിയലിൽ അവളുടെ അമ്മ എനിക്ക് ഒരു പോസ്റ്റർ അയച്ചു തന്നിട്ട് അതിൽ ഞാൻ വെറുതെ ഒന്ന് അയച്ചു നോക്കിയതാണ്. അങ്ങനെ ഓഡിഷൻ വന്നൊരു 300ഓളം ആളുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് എന്നെ. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. പിന്നെ കുറെ നല്ല സുഹൃത്തുക്കൾ. ഇവരൊക്കെ പറയുന്ന വെറുതെ വന്ന് കയറിയതല്ല, സങ്കടത്തോടുകൂടി അങ്ങനെ എത്തിപ്പെട്ടു. അതാണ്. അല്ല, ഞാൻ നേരത്തെ ഇവരോടൊക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്. അപ്പം യാദവിന്റെ വീട് ട്രിവാൻഡ്രം തന്നെയാണ്, ഇവിടെ കൊല്ലം, അർജുന്റെ കൊല്ലം. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചു. ഇപ്പൊ നേരത്തെ ഒരാൾ അവിടെ പറയുന്നത് കേട്ടു, സുനിയാന്ന് തോന്നുന്നു പറയുന്നത് കേട്ടു, ഇപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ പലതും പല
സ്ലാങ് ആണ് എന്ന് പറഞ്ഞു. യാദവിന്റെ അടുത്ത് സംസാരിച്ച എനിക്ക് അതൊന്നും തോന്നില്ല. ഒരു ന്യൂട്രൽ ഒരു മൂലയ്ക്കൂടെ ഒക്കെ പോവാണെന്നാ തോന്നി. അപ്പൊ എങ്ങനെയുണ്ടോ ആ ആക്സന്റ് പിടിച്ച് സംസാരിക്കാന്നുള്ള ഒരു പരിപാടി? ആ സമയത്ത് ഒഴുകിപ്പോയി. തിരുവനന്തപുരം ബേസ്ഡ് ആയതുകൊണ്ട് ബേസിക്കലി ആ തിരുവനന്തപുരം ബേസ്ഡ് ഉള്ളതുകൊണ്ട് അവസാനം ഓട്ടോമാറ്റിക്കലി വരും നമുക്ക് ആ ഒരു സ്ലാങ്. അത് വേണ്ടി നമുക്ക് പുഷ് ചെയ്യേണ്ട. വേറെ സ്പെഷ്യൽ ട്രെയിനിങ് എടുത്തിരുന്നോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഓൺ ദ ഷൂട്ട് ഡേ ആണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ കേട്ട് ശീലമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല ട്രിവാൻഡ്രം സ്ലാങ്. പക്ഷെ ഒരു വിധത്തിൽ പോകാനായിട്ട്. പക്ഷെ ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ വിഴിഞ്ഞം പൂവാറ് ഭാഗത്തോട്ടൊക്കെ അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് പോകും കളിക്കാവുള്ള ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ പണ്ട് ഞാൻ ചെറിയ പ്രായത്തിൽ നമുക്ക് ഇപ്പോൾ ഞാൻ എറണാകുളത്തൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ ഈ സ്ലാങ് മിക്സ് ആയിട്ട് ഞാൻ തന്നെ മനസ്സിലാക്കി. ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രം സ്ലാങ് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ വരുന്നുണ്ടാവാം. പക്ഷെ അത് പതുക്കെ മാറി വന്നു. എങ്ങനെയോ ഇങ്ങനെയായി. ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് എവിടെ പോയാലും. അപ്പോൾ പക്ഷേ ഈ ഒരു ദിവസം അറിയില്ല, അതെനിക്കറിയില്ല. ഒരു ടൈപ്പ് ഓഫ് സ്ലാങ് അല്ല, പല രണ്ട് റിതം ഒക്കെ ഉണ്ട്. അതെ, റിതം ചേഞ്ച്. ആറ്റിങ്ങിൽ പോകുമ്പോഴത്തേക്കും വേറൊരു റിതവും, അതായത് മറ്റേ കന്യാകുമാരി ആ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും വേറെ റിതമാണ്. സുരാജേട്ടനൊക്കെ സംസാരിക്കുന്നത് വേറെയാണ്. അത് വേറെ ടൈപ്പ്. കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറച്ചുപേര് തിരുവല്ലം ആ ഭാഗത്തൊക്കെ ഉണ്ട്. അവരൊന്നും അങ്ങനെ ഇപ്പൊ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ട്രിവാൻഡ്രം കറക്റ്റ് ആ ട്രിവാൻഡ്രം സ്ലാങ് എന്തൊരു അതൊന്നല്ല സംസാരിക്കാൻ. അപ്പം ഇപ്പൊ നേരത്തെ പുള്ളി പറഞ്ഞപ്പോ പലതാണെന്ന് പറഞ്ഞപ്പോഴും ഞാനും ശരിക്കും ചില ആൾക്കാർ നമ്മൾ ഈ പടത്തില് നമ്മൾ ഈ കേട്ട് വന്ന ആ തിരുവനന്തപുരം സ്ലാങ് അല്ല നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതായത് തള്ളേ പിള്ളേ ആ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ കുറച്ചുകൂടെ കൊളോക്കിയലായിട്ട് അവിടുത്തെ ആ ഒരു ആക്ച്വൽ ട്രിവാൻഡ്രം സ്ലാങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു ബ്യൂട്ടി ആ പടത്തിന് ഉണ്ടാവും. ഈ കഥ നടക്കുന്ന സ്ഥലത്തെ ഭാഷയാണ് അതിനകത്ത് കൂടുതൽ. എനിക്ക് തോന്നുന്നു ഈ ട്രിവാൻഡ്രം സ്ലാങ്ങിന് ഒരു ട്യൂൺ ഉണ്ട്, ഒരു റിഥം ഉണ്ട്. അത് ആ ഒരു മ്യൂസിക് ഉണ്ട് അല്ലേ? ഓരോ സ്ഥലത്ത് ഓരോ റിഥമാണ്. ആ ഒരു സാധനമാണ്. അതെ, എനിക്ക് തോന്നുന്നു അത് പിടിച്ചങ്ങ് പിന്നെ പോയാൽ മതി. അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ പൂവാറ് ഈ സ്ഥലത്ത് ഞാൻ ഒരു ദിവസം ഫ്ലിപ്പ് പ്രാക്ടീസ് എൻ്റെ ഫ്രണ്ടുമായിട്ട് പോയി. അപ്പോൾ അവിടെ ഒരു കരാട്ടെ ചെയ്യുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ വന്നിട്ട് അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ചെറുതാണ്. അപ്പോൾ എനിക്ക് ഈ സ്ലാങ് ഉണ്ടായി ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് പോലും മനസ്സിലാവുന്നില്ല അവൻ പറയുന്നത്. അണ്ണാ എന്തായാലും അണ്ണാ നീട്ടി അങ്ങോട്ട്. അപ്പോൾ ഞാൻ എന്താ ഞാൻ ഇതെന്തും പറയണേ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി എന്ന് വെച്ചാൽ എനിക്ക് അതേ സമയത്ത്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അതൊരു മോശമല്ല. അത് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരുടെ സ്ലാങ് അങ്ങനെയാണ്. അവിടെ നിന്ന് നമ്മുടെ മാറിയിട്ട് എൻ്റെ സ്ഥലത്തിൻ്റെ ബീച്ച് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വേറെ രീതിയാണ്. ബീച്ച് സൈഡിലോട്ട് വരുമ്പോൾ ടോട്ടൽ ബീച്ച് ഏരിയ മൊത്തം അവരുടെ വേറെ ഈ എന്തേനി ഒരു വേറൊരു ടൈപ്പിലോട്ട് സംസാരിക്കും. പിന്നെ നമ്മുടെ നോർമൽ ഫ്രണ്ട്സിനിടെ അളയാ എന്തൊരളിയാ നീ ഇങ്ങനെ ആയിരിക്കും പറയണം. അവർ ആ ഏരിയയിലുള്ള ആൾക്കാർ നീട്ടിലൊന്നും ഉണ്ടാവില്ല. എന്തൊരളിയാ ഡേ പോടേ എന്തുവാടേ എന്തരടേ ഈ എന്തൊരു ചിലപ്പോൾ അവരുടെ ഉണ്ടാവും എന്തൊരുണ്ടാവും. പിന്നെ തള്ളേ നീ പോടേ ഈ ഡേ ഉണ്ടാവും എന്തൊരു ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്യും. പക്ഷെ നീട്ടലുണ്ടാവില്ല പല സ്ഥലത്തും. ഇതാണ് അതിലെ വ്യത്യാസം. ഇങ്ങോട്ട് മാറുന്നതോറും കൊല്ലത്തോട് വരുന്നതോറും സ്ലാങ്ങിന്റെ പാറ്റേൺ മാറും. ഇത് കാര്യം തമിഴ്നാട് ബോർഡറാണ്. തമിഴാണ് ഇൻസ്പയർഡ് ആയി വരുന്നത്. അതാണ് ഈ സാധനത്തിനകത്ത് ബ്ലെൻഡ് ആവണം. തമിഴ് മലയാളം കൂടി ചേർത്ത് വരുമ്പോഴത്തേക്ക് അണ്ണൻ കയറി വരും. അണ്ണ എന്ന് പറഞ്ഞാൽ തമിഴാണ്. അത് കോവിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു കോവിൽ എന്ന് പറയും. കോയിൽ തമിഴായതുകൊണ്ട് കോവിൽ കയറി വരുന്ന പോലെ അതിന്റെ ഇൻസ്പിറേഷൻ ഉള്ള ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. പക്ഷെ എന്റെ അമ്മ പണ്ട് ചേപ്പിലിടുന്നൊക്കെ പറയും. ചേപ്പ് എന്ന് പറഞ്ഞ പോക്കറ്റാണ്. ചേപ്പ് എന്ന് പറയും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടോ തേരി മനസ്സിലാവും ആൾക്കാർ പറയുന്നത്. ഞാൻ ജനിച്ചത് ബാംഗ്ലൂരാണ്. അപ്പൊ നമ്മള് സമ്മർ ഹോളിഡേയ്സ് നാട്ടിൽ പോകുമ്പോ അവർ പറയും ഏഴിന്റെ വെള്ളം എന്ന് പറയും. ഏഴിന്റെ വെള്ളം 7 ഏഴിന്റെ വെള്ളം അതൊരു രണ്ട് സാധനമായിട്ട്. അല്ല ഞാൻ ഇവിടെ ആരവിന്റെ അടുത്ത് കൊല്ലത്തുണ്ട് അയ്യോ എടുത്തെടുത്ത് പറയാം. അയ്യോ അല്ലല്ല അളിയൊന്നുമല്ല. അവിടെയുണ്ട് കുറെ സാധനങ്ങളുണ്ട് കൊല്ലത്തുണ്ട്. സത്യം പറഞ്ഞ ഭാഷ കറക്റ്റ് മലയാളം എഴുതാൻ പോലും നേരെ അറിയില്ല. അതപ്പൊ ശ്രമിക്കുക. ഞാൻ
കോളേജിൽ പഠിച്ചപ്പോഴത്തേക്കും എന്റെ കൂടെ ഈ 14 ജില്ലക്കാരും ഉണ്ടായിരുന്നു. എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്പൊ മിക്സ് ആയിപ്പോയി. അതന്നെ എനിക്ക് പറ്റിയ ഞാൻ പല സ്ലാങ്ങാ സംസാരിക്കുന്നത്. തൃശ്ശൂർ എനിക്കൊരു 10 മിനിറ്റ് തൃശ്ശൂരുകാരൻ്റെ കൂടെ ഇരുന്ന് ഞാൻ തൃശ്ശൂർ സ്ലാങ് വരും. വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഒരു ആലപ്പുഴ സൈഡിലേക്ക് പിന്നെ എനിക്ക് ചട്ട സ്ലാങ് വരും. അങ്ങനെ പ്രശ്നമുണ്ട്. അതല്ലേ ട്രിവാൻഡ്രം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. പെട്ടെന്ന് എല്ലാ സ്ലാങ്ങിലോട്ടും ബ്ലെൻഡ് ആവാൻ എളുപ്പം. എക്സാക്ട്ലി. പാലക്കാട് ഡിഫറെന്റ്. പാലക്കാട് ഡിഫറെന്റ്. പാലക്കാട് അത് ഒരു ബ്രാഹ്മൺ ടച്ച് അല്ലല്ല, അത് ഡിഫറെന്റാ. പാലക്കാട് ഈ പട്ടാമ്പി സൈഡിലേക്ക് കുറച്ചുകൂടെ ഒരു വള്ളുവനാണ്. നമ്മളിപ്പോ ലാംഗ്വേജ് ക്ലാസ്സിലാണ്. ശരി, ഞാൻ ഒന്നല്ല ചോദിക്കാൻ വന്നത്. ഇപ്പൊ അരവിന്ദ് ആദ്യത്തെ സിനിമയല്ലേ? അതേട്ടാ. പക്ഷെ ഇപ്പം അച്ഛൻ എന്താ ആക്ടറായിരുന്നു. പിന്നെ ആരവിന് ഇപ്പൊ പക്ഷെ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോ? എങ്ങനെയുണ്ടായിരുന്നു? അച്ഛൻ പണ്ട് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ പറയാറുണ്ടായിരുന്നു സെറ്റിൽ അനുഭവം? എക്സ്പീരിയൻസ് വെച്ചാല് പണ്ട് പപ്പയോട് കുറെ ലൊക്കേഷൻസിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഈ ടിഫിൻ കാരിയർ വരത്തില്ലേ, അപ്പൊ അതിനകത്തില്ല ആർട്ടിസ്റ്റ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ പപ്പയുടെ അങ്ങനെ കുണ്ടോ ജോണി ഇങ്ങനെ എഴുതി ഇങ്ങനെ ടിഫിൻ കാരി. അപ്പം പപ്പയുടെ എപ്പോഴും ഫുഡ് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു മൊമെന്റ് എന്ന് വെച്ചാൽ ഞാനൊന്നുമില്ല വൈകിട്ടുള്ള റൂമിൽ വന്നപ്പോഴത്തേക്കുള്ള ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്റെ പേര് എഴുതി വെച്ചു. ദാറ്റ് വാസ് എ മൊമെന്റ്. കാരണം പണ്ട് തൊട്ടേ ഈ ലൈക്ക് ജനിച്ചപ്പോൾ തൊട്ട് ഹി വാസ് എൻ ആക്ടർ. അപ്പം അന്നോട്ട് ഇങ്ങനെ ഓരോ ലൊക്കേഷൻസിലേക്ക് പോകുമ്പോൾ ഈ കാരിയർ വരുമ്പോൾ എപ്പോഴും ഈ കാരിയർ ഫുഡ് എപ്പോഴും ഞാൻ ട്രൈ ചെയ്യും. കാരണം ആ ഒരു മെനു ഉണ്ടല്ലോ, പ്രൊഡക്ഷൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ലൊരു കോമ്പിനേഷൻ ആണ്. അല്ല ആ ഒരു മണമുണ്ട്. കഞ്ഞി, പയറ്, ഉണക്കമീൻ. അപ്പൊ ഇന്ന് എല്ലാവർക്കും അല്ല അവിടെ നമുക്ക് ആ ഒരു അല്ല നമുക്ക് എപ്പോഴും ഒരു കോമൺ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഫുഡാണ്. നമ്മൾ അല്ലാതെ ഇപ്പൊ ഡേ ടു ഡേ ഇപ്പൊ ഇവിടെ ഉച്ചയ്ക്ക് നമ്മൾ കഞ്ഞി കുടിക്കത്തില്ല. വെറൈറ്റി ഉണ്ട്. ചപ്പാത്തി ആയാലും എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ്. അന്നില്ല വരുമ്പോ ഇല്ല ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോയി എപ്പോഴും ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് തുറന്നു വെക്കുന്നത്. അപ്പൊ ഇത് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇത് വന്നപ്പോ ഞാൻ പപ്പയെ വിളിച്ചിട്ട് പപ്പ ഇതുപോലെ എനിക്ക് എനിക്കും വന്ന കാരിയർ. അതായത് വാസ് എ നൈസ് മൊമെന്റ്. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ഫസ്റ്റ് ഞാൻ വേറെ സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഫിലിമിലാണെങ്കിൽ പോലും ഇത് ഫസ്റ്റ് മൂവിയാണ്. അത് ഓഡിഷൻ ചെയ്തതും നല്ല കോമഡി ആയിരുന്നു. ഞാൻ എല്ലാവരും റൂമിൽ നിന്ന് പിടിച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു ആരും നിൽക്കേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷൻ കയറും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടത്, നിങ്ങൾ വണ്ടി പോയി ഇരിക്കാൻ പറഞ്ഞു. അത് ഒരു ചൂടാവുന്ന ഒരു മീൻസ് അതിനകത്ത് എന്റെ സിസ്റ്ററിനെ പ്രേമിക്കുന്ന ഒരു പയ്യനെ പിടിച്ച് വരട്ടുക. അപ്പൊ വരട്ടുന്ന സീക്വൻസ് ചെയ്യാൻ പറഞ്ഞേ. നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് നമ്മളിൽ റിയൽ കുറേ കാണാൻ സെനേരിയോസ് കാണാറുണ്ട്. അപ്പൊ ആ ഒരു സെനേറിയോയിൽ ഫസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു can I use some bad languages, bad words യൂസ് ചെയ്തിട്ട് ചോദിച്ചു. പറഞ്ഞു കുഴപ്പമില്ല കാഷ്വലി. അപ്പൊ സുമേഷ് ബ്രോ ആയിരുന്നു. സുമേഷ് ബ്രോ പിന്നെ റിയാസ് അപ്പൊ ഞാൻ സുമേഷ് ബ്രോനെ വരട്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തു ബ്രോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു പിടിയും പിടിച്ച് തെറിയുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്റെ അടുത്ത് പറയാം ഇങ്ങനെ പേടി. എന്നിട്ട് ലൈക്ക് അത് പിന്നെ ആ ഒരു എൻവയൺമെന്റ് വാസ് നൈസ്. ഞാനും സുമേഷ് ബ്രോയും പിന്നെ റിയാസ് എന്ന് പറഞ്ഞ എൻ്റെ പഴയ ഏരിയ ആയിരുന്നു. അങ്ങനെ ഓഡിഷൻ കയറി. പിന്നെ ഇതിന് ശേഷം കിട്ടുമെന്നല്ല ഹോപ്പില്ലായിരുന്നു. കാരണം ഒന്നും ചെയ്തിട്ടും ഇല്ല. ലൈക്ക് അല്ല പെർഫോം ചെയ്തിട്ടില്ല, ഒരു വിശ്വാസത്തിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണ്ടത്താന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഷൂട്ട് പോണോ അല്ല അന്നേരത്തെ പോണോ മുങ്ങണോ എന്നുള്ള രീതിയായിരുന്നു. അപ്പൊ അങ്ങനെ ഷൂട്ടിന്റെ തലേന്ന് ഞാൻ പപ്പെടുത്ത് പറഞ്ഞപ്പോ എനിക്കൊരു പടം കിട്ടി. അന്നേരം അപ്പൊ ഏത് പടം ഞാൻ അല്ല അപ്പൊ കൂൾ. അപ്പൊ ഞാൻ പറയും ഇങ്ങനത്തെ ഒരു പടമാണ്, ഒരു നെഗറ്റീവ് റോളാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് നീ പോയി ചെയ്യാൻ പറഞ്ഞു. എന്റെ അടുത്ത് വെച്ച് ടെൻഷൻ ഒന്നുമില്ല, നീ പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പം ലൊക്കേഷനിലും ആർക്കും ഞാൻ ആരെന്ന് അറിയത്തുപോലുമില്ല. അന്ന് ഇതുപോലെ ലാസ്റ്റ് ഇതുപോലെ പ്രൊഡക്ഷൻ മാനേജർ ശിവചേട്ടൻ വിളിച്ചപ്പോഴത്തേക്കിങ്ങനെ അപ്പം ഞാൻ അന്നേരം എൻ്റെ അടുത്ത് പറയും ഇവിടെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഫ്ലാറ്റ് കാരണം ആരും അറിയത്തുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇതുപോലെ ഞാനിങ്ങനെ വരുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നത് എൻ്റെ കാറിൽ വരും. അപ്പോഴത്തേക്ക് പപ്പ ഇതിൽ ഫോൺ ബസ്സിട്ട് ശിവ ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ റൂം തന്നെ. പിന്നെ ഫസ്റ്റ് ഷൂട്ട് എന്തൊക്കെയല്ല ഒരു ഫസ്റ്റ് ടേക്ക് സംതിങ് ആയിരുന്നു അത് കിട്ടിയത്. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അപ്പം അന്ന് നമ്മുടെ ഒരു AD ചേട്ടൻ പറഞ്ഞു നീ നല്ല നീ കറക്റ്റ് ഷോണിച്ചേട്ടൻ്റെ മോൻ തെളിച്ചു.
നൈസ് എക്സ്പീരിയൻസ്. പ്രൗഡ് മൊമെന്റ് അല്ലേ? നല്ല പ്രൗഡ്. ഈ പടത്തെ കണ്ട എന്നെ തിരിച്ചറിയത്തുമില്ല. കാരണം ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഡിഫറെന്റ് ലുക്ക്. ഇപ്പൊ കുറേ കൂടെ ടോണ്ടായി. കാരണം വാസ് ലൈക്ക് 104 kg. നല്ല ബൾക്കി. ഇപ്പൊ പട്ടണം ദാരിദ്ര്യമാണ് 10-15 കിലോ കുറഞ്ഞു. അപ്പം മതിയില്ലേ? മതി. ഇനി കഥ പറഞ്ഞു തീർക്കും. നമ്മൾ ഈ ഡാൻസിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യേണ്ടായിരുന്നു. ഡാൻസ്, ഹിപ്പ് ഹോപ്പ്, മറ്റേ പോപ്പിംഗ്, ലോക്കിങ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഓഡിയൻസിന് തോന്നും ഇതൊരു ഡാൻസ് മൂവിയാണ്. അപ്പോൾ ഇതൊരു ഡാൻസ് മൂവി അല്ല. ഇതിനകത്ത് ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു ഫുൾ പാക്ഡ് എന്റർടൈൻമെന്റ് പടമാണ്. ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ വന്ന് കാണാൻ പറ്റുന്ന എല്ലാ ഓഡിയൻസിനും. എനിക്ക് തോന്നുന്നു ഏജ് കാറ്റഗറി പറയാൻ പറ്റാത്ത ഒരു അന്നത്തെ ആൾക്കാര്. അതെ, ഇപ്പൊ 80s പീരിയഡ് മൂവിയാണല്ലോ. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 50 വയസ്സുണ്ട്. അവർക്കും കണക്ട് ആവണം. ഇപ്പത്തെ യങ്സ്റ്റേഴ്സിന് കണക്ട് ആവണം. ഈ പറഞ്ഞ ഈ ഒരുപാട് ഇമോഷൻസ്, ലവ് ഉണ്ട്, ഈ പറയുന്ന ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, കോമഡി ഉണ്ട്. സോ ഫുൾ പാക്ഡ് എന്റർടൈൻമെന്റ്. സോ എല്ലാരും വന്ന് കാണുക, അഭിപ്രായങ്ങൾ പറയാ. എല്ലാവരും ഒത്തിരി ന്യൂ ഫേസസ് ഉള്ള ഒരു പടമാണ്. എല്ലാവരുടെയും ഒരു ഈക്വൽ എഫേർട്ട് ഉള്ള ഒരു പടമാണ്. എല്ലാവരും ഒത്തിരി ആഗ്രഹിച്ച് സന്തോഷിച്ച് എന്താ ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ കൂടെയാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാം. നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.